വൈ ഐ ചൂസ് LLB. ആ ബോർഡ് വെക്കാൻ നിന്ന് ഞാനാണ് +2 തോറ്റത്. ഏതോ ഒരു വഴക്കിൻ്റെ ഇടയിൽ ആളെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വക്കീലാവാൻ പറ്റിയ നാക്കാണ് നിൻ്റെതെന്ന് പറഞ്ഞായിരുന്നു. കല്യാണം തന്നെയാണ് ഞാൻ ഇന്ന് LLB എടുക്കാനുള്ള മെയിൻ റീസൺ. 0 നോളജ് അബൌട്ട് ലോ. ഇങ്ങേര വക്കീൽ ആയോ അതുപോലും അറിയത്തില്ല ഇവർക്ക്. അന്നേക്കുന്ന അത്ര നല്ലൊരു കിടില സീനായിരുന്നു. ജഡ്ജി വരെ തിരിച്ചെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ജോയിൻ പെറ്റീഷനാ. എനിക്കത് എന്തെന്ന് മനസ്സിലായില്ല ഗൈസ്. ഫുള്ളെല്ലാം പാസ്സായിട്ട് വന്നിരിക്കുന്ന പഠിപ്പിനെ പോലെ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ബാക്ക് ബെഞ്ചറിനെ കാട്ടിയും ബാക്ക് ബെഞ്ച്. അതായിരുന്നു എൻ്റെ അവസ്ഥ. അവൾ അന്ന് ചിരിച്ച അതേ ചിരി പിന്നെയും ചിരിച്ചു എന്നെ നോക്കി. അതെൻ്റെ ഈഗോ അങ്ങ് ഹർട്ടായി. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ വൈ ഐ ചൂസ് LLB. ഞാൻ എന്തുകൊണ്ട് LLB ചൂസ് ചെയ്തു എന്നതിനുള്ള ഒരു വലിയ കുറേ കാരണങ്ങളും ഞാൻ LLB എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലോട്ട് വന്ന് എത്തിപ്പെട്ടു, എന്തുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു ഉള്ള ഒരു വീഡിയോ ആണിത്. ഞാനിത് കുറച്ച് നാളുകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, പക്ഷേ സാഹചര്യ സമ്മർദ്ദം മൂലം ഇപ്പോഴാണ് എനിക്കതിനുള്ള ഒരു സാഹചര്യം കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വളരെ റീസെൻ്റായിട്ടാണ് എനിക്ക് LLB എന്ന് പറയുന്ന ഒരു തോട്ട് വന്നതാണെങ്കിലും, പക്ഷേ അതായത് ഞാനിങ്ങനെ നമുക്ക് ഓരോ ആൾക്കാർ പറയില്ല, നമുക്ക് ഓക്കെ എനിക്ക് +2 കഴിഞ്ഞ് എനിക്ക് LLBക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കോഴ്സ് എടുക്കണം എന്നുള്ളൊരു വിഷനോടുകൂടി എൻ്റെ കരിയറിൽ ഒരു സ്ഥലത്ത് പോലും എനിക്ക് ഈ പറയുന്ന ഒരു പ്രൊഫഷനോട് യാതൊരു തരത്തിലുള്ളൊരു താല്പര്യം തോന്നിയിട്ടുമില്ല. എൻ്റെ മനസ്സിലത് വന്നിട്ട് പോലുമില്ല. ഓപ്ഷൻസ് വരുമ്പോൾ പോലും നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ, എന്തിനു പോകണം, ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് പ്രൊഫഷൻ എടുക്കണം എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ പോലും അവിടെ അടുത്തുകൂടി പോലും LLB വന്നിട്ടില്ല. എൻ്റെ ഞാൻ ഒരിക്കൽ പോലും LLBനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഞാനിതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയത് എന്ന് എനിക്ക് ചില നേരം തോന്നാറുണ്ട്. കാര്യം 1% പോലും എൻ്റെ മനസ്സിലില്ലാത്തൊരു കാര്യമായിരുന്നു ഇത്. എനിക്കിപ്പോഴും അത് ഞാനത് LLBക്ക് പഠിക്കുന്നു എന്ന്, ഈ ഒരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളത് ഇന്നും എനിക്ക് അതിശയമാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ച പോലെ ഒരു കാര്യങ്ങളും പോയിട്ടില്ല. ഞാൻ വിചാരിച്ച തരത്തിലുള്ള ഒരു ജേണി അല്ലായിരുന്നു ത്രൂ ഔട്ട് മൈ കരിയർ. സോ എല്ലാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ് ഈ പറയുന്ന LLBയും. ആൻഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ തുടക്കം മുതലുള്ള കാരണങ്ങൾ തൊട്ട് തുടങ്ങാം. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു കൈനോട്ടക്കാരി വന്നു. അപ്പം കൈനോട്ടക്കാരി വന്നപ്പോൾ ഞാൻ വളരെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ എനിക്കൊരു 5-6 വയസ്സ് വരുമായിരിക്കും. എൻ്റെ വീട്ടുകാർ പറഞ്ഞൊരു ഓർമ്മയാണ്. ഈ സീൻ എൻ്റെ മനസ്സിലേ ഇല്ല. കൊച്ചിലെ മുതലേ ഇവരിങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ആ ഒരു സീൻ ഇങ്ങനെ എൻ്റേതായിട്ടുള്ളൊരു ഇമാജിനേഷനിൽ ഞാനതിങ്ങനെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന ഒരു സീനാണത്. കൈനോട്ടക്കാരി വന്ന് കൈ നോക്കി വീട്ടിലെ കാര്യങ്ങളും ഉമ്മയുടെ കൈയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, 3ാമത്തെ മോള് ഞാൻ ബോർഡ് വെപ്പിക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ ഞാൻ ബോർഡ് വെപ്പിക്കുമെന്ന്. അപ്പം ഈ ഒരു സീൻ അവിടെ കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം ഇതിങ്ങനെ ആക്ച്വലി എന്നെ കളിയാക്കുന്ന രീതിയിലാണ് ഇവരിത് പറയുന്നത്. അതിങ്ങനെ ഓക്കെ ബോർഡ് വെപ്പിക്കുമെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ ഇത്തമാരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്നതിലാണ് ഈ പറയുന്ന ഞാൻ വിചാരിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈവൻ +2 കഴിഞ്ഞിട്ട് ആ ബോർഡ് വെക്കാൻ നിന്ന് ഞാനാണ് +2 തോറ്റത്. അപ്പോൾ ഞാൻ ആ സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയ കളിയാക്കലുകളും അപമാനങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ബോർഡ് അപ്പം എൻ്റെ ഇങ്ങനെ എന്നെ കളിയാക്കി പറയുന്നത്, ബോർഡ് വെപ്പിക്കുന്നേ ആ ആൾ പറഞ്ഞുള്ളൂ, അത് എന്ത് ബോർഡാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നല്ല കാര്യത്തിനൊന്നും ബോർഡ് വെക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകളും അവഗണനകളും എനിക്ക് ആ പറയുന്ന ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ ആ +2 തോക്കുന്നതും എൻ്റെ ലൈഫിൽ കുറേ ഇൻസിഡൻസുകൾ വരുന്നതിന് മുമ്പ് വരെയും ഞാനത് വെറും ഒരു കളിയാക്കൽ മാത്രമായിട്ട് ഞാനത് എടുത്തിട്ടുള്ളൂ. ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിൽ എനിക്കത് വിഷമം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന +2 തോറ്റ് അത് കഴിഞ്ഞുള്ളൊരു സമയമായപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് കുത്തിക്കൊള്ളുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. എനിക്കത് ഭയങ്കര ഹർട്ട് ചെയ്യുമായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. പിന്നെ എന്നെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ബോർഡ് വെപ്പിക്കുമെന്ന് പറഞ്ഞ് വെച്ച് നല്ല ബോർഡ് വെപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ നല്ല മോശമായ രീതി
രീതിയിൽ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അതൊക്കെ എവിടേക്കോ എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതവിടെ ഇരിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ പറയുന്ന ബോർഡ് വെക്കുമെന്ന് കൊച്ചിലെ ആ സ്ത്രീ പറഞ്ഞതും അതിന് ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ നേരിട്ട കുറേ ഇൻസൾട്ട് കാര്യങ്ങളൊക്കെ അതവിടെ കിടക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഡിഗ്രിക്ക് പോകുന്നതും BBAക്ക് പോകുന്നതും എല്ലാം ഉള്ളത്. അപ്പം ഞാൻ അന്ന് മുതൽ എൻ്റെ തോട്ടിലുണ്ടായിരുന്നു ഐ വോണ്ട് ടു ഡൂ സംതിങ്. എനിക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെ ഈ പറയുന്ന ബോർഡ് അങ്ങനത്തെ രീതിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷൻ എനിക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഓൾറെഡി +2 കഴിഞ്ഞ് 3 വർഷം കരിയർ ബ്രേക്ക് വന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ മതിയായി, പഠിത്തം എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളൊരവസ്ഥയിൽ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ പ്രയോറിറ്റി. പക്ഷേ ഞാനന്ന് ഡിഗ്രി എടുത്തു, BBA ആണ് എടുത്തത്. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു MBA എടുക്കാമെന്നുള്ളത്. ബോർഡൊന്നും വയ്ക്കാൻ പറ്റൂലായിരിക്കാം, എന്നാൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആണല്ലോ MBA. സോ അത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, MBA ചെയ്യാൻ പറ്റില്ല. കാര്യം ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പിന്നെയും MBAക്ക് വേണ്ടിയിട്ടും 2 വർഷം കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ജോലിക്ക് കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. അതുകൊണ്ട് എനിക്ക് MBAക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു ചെറിയൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ, ഓൺലൈനായിട്ടാണ് ചെയ്തത്. PG ഡിപ്ലോമ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് PhD എടുക്കാം. നമ്മൾ ഇവിടെയാണ് PhD എടുക്കാൻ വേണ്ടിയിട്ട് MPhilഉം അതുപോലെ PG പറയുന്ന മാസ്റ്റർ ഡിഗ്രിയും MPhilൊക്കെ വേണ്ടി വരുന്നത് PhD എടുക്കാൻ. നമ്മൾ പുറത്തോട്ടൊക്കെ രാജ്യങ്ങളിൽ, അതായത് ഇപ്പോൾ ദുബായിൽ എനിക്കെന്നുണ്ടായിരുന്ന ഞാൻ പഠിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD എടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് PhD എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 4 വർഷം അങ്ങനെ പഠിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് PhD എടുത്ത് കഴിഞ്ഞാൽ ഡോക്ടറേറ്റ്, പിന്നെ ഡോക്ടർ വെക്കാം, ബോർഡായി, അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന PG ഡിപ്ലോമ കോഴ്സ് പോലും ഞാനത് കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയാൻ കഴിയില്ല. കാര്യം അത്ര രീതിയിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫീസൊക്കെ നല്ല കൂടുതലായിരുന്നു. അപ്പം അത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തള്ളി നീക്കി തീർത്തതാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് വിട്ടു. അങ്ങനെ അത് കഴിഞ്ഞിരിക്കവെയാണ് പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ പിന്നെ LLB എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് എത്തുന്ന ഒരു പോയിൻറ്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആകെ മൊത്തം അടികളാണ് നടക്കുന്നത് ചുറ്റുപാടും. നമ്മൾ രണ്ടുപേരും 24 മണിക്കൂറും തല്ലും വഴക്കുമാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി തർക്കം ഉണ്ടാവുമ്പോൾ ആക്ച്വലി ഞാൻ അനാവശ്യമായിട്ട് ഞാൻ ഒരു കാര്യത്തിൻ്റെ പേരിൽ തർക്കിക്കുന്ന ഒരു ക്യാരക്ടറല്ല എൻ്റെത്. ഇപ്പം എനിക്കൊരു കാര്യം ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഒരാളുടെ പേരിൽ ഞാൻ കൈ ചൂണ്ടി ഞാൻ ചോദ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള എവിഡൻസും എൻ്റെ മനസാക്ഷിക്ക് ഓക്കെ ദേ ഡിഡ് റോങ് എന്നുള്ളൊരു സംഭവം എനിക്ക് പ്രൂവ് ആയിട്ട് ശേഷം മാത്രമേ ഞാൻ ഒരാളെടുത്ത് ചോദ്യം ചെയ്യാൻ ചെല്ലത്തുള്ളൂ. അപ്പം അല്ലാണ്ട് തൊട്ട് പിടിച്ച് മാന്തി എന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കത്തില്ല. പക്ഷെ ഞാൻ എല്ലാം എന്താ പറയുക, എല്ലാം ഞാൻ അവരെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ സംസാരിക്കുന്നത് യാതൊരു തരത്തിലുള്ള എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ഭർത്താവാണെന്നോ എൻ്റെ വാപ്പാണെന്നോ ഉമ്മ ആണെന്നോ ഉള്ള യാതൊരു കൺസിഡറേഷനും ഇല്ലാതെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ മോശമായ രീതിയിൽ സംസാരിക്കുമെന്നല്ല, ഞാൻ അവരെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അവരെ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ അവരത് അഡ്മിറ്റ് ചെയ്യണം. കാര്യം ഒരാൾ എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാനൊക്കെ ഒരാൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അടുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഞാൻ ചെയ്തു, അപ്പോഴേ കഥ കഴിഞ്ഞു. കൂടുതൽ സംസാരം കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അതിൽ പിടിച്ച് തൂങ്ങി പിന്നെ അതിനെ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പം ആളുടെ ക്യാരക്ടർ കുറച്ച് അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു. ആളിങ്ങനെ ലൈക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കുന്നതോറും എനിക്കിങ്ങനെ ട്രിഗറാവും. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് അവസാനം അടപ്പിക്കുന്നത് വരെ ഞാൻ സംസാരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്ക് വരുമ്പോഴും ഞാൻ ഇതേപോലെ സംസാരിക്കും. ഞാൻ ക്ലിയർ ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ എടുത്തിട്ട് ഞാൻ സംസാരിക്കും. ഒരു നോർമൽ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ല ഞാൻ സംസാരിച്ചിരുന്നത്. ഞാൻ ആ ഒരു ടൈമിൽ ഏതോ ഒരു വഴക്കിൻ്റെ ഇടയിൽ ആളെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വക്കീലാവാൻ പറ്റിയ നാക്കാണ് നിൻ്റെതെന്ന് പറഞ്ഞായിരുന്നു. വക്കീലായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നീ രക്ഷപ്പെടുന്നോ, അതിനുള്ള കഴിവുണ്ടെന്ന് എന്തോ ഇങ്ങനെ പറഞ്ഞു.
ഓക്കെ. അപ്പോൾ ഞാനത് ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ തള്ളിൻ്റെ ഇടയിൽ ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഐ ഹാവ് ദിസ് ഹാബിറ്റ് എന്നല്ല, എൻ്റെ ഒരു വേ ഓഫ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറിൽ അതുണ്ട്. അപ്പം എൻ്റെ അങ്ങനത്തെ രീതിയിലുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലായത് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമല്ലേ. കാര്യം ഞാനിങ്ങനെ ഒരു ഇത് പറഞ്ഞ് എന്നെ ഇതാക്കി പോകുമ്പോൾ എനിക്ക് നേരെ ചൂണ്ടിയ കൈ ഞാൻ ചൂണ്ടിപ്പിക്കും. അങ്ങനെ അടച്ചു പോകും. ആ ഒരു രീതിയിൽ ഞാൻ ചില ഓക്കെ ഞാൻ തന്നെയാണോ ഇതൊക്കെ സംസാരിച്ചത് എന്നെനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി, ഈ പറയുന്ന LLB എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടും ഇതിൻ്റെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഏതാണ് ഈ പറയുന്ന യൂണിറ്ററി 5 ഇയർ LLB 3 ഇയർ LLB ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ആ സമയത്താണ് ഇതേ പറയുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ബിസിനസ്മാനാണ്. പക്ഷെ പുള്ളി LLB പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ആലോചിച്ചു, ഓക്കെ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കി, അല്ല LLBക്ക് ഏജ് ലിമിറ്റ് ഇല്ല എന്നും, ഏത് പ്രായത്തിൽ വേണോ നമുക്ക് LLB പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മെഡിസിനും പഠിക്കാൻ പറ്റും. ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. അതുപോലെ ഈ പറയുന്ന ഒരു ഈവനിങ് ബാച്ച് പോലെ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. LLB നമുക്ക് ഈവനിങ് ബാച്ച് പോലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നോർമലി നമുക്ക് അതിൻ്റെ കൂടെ ഈ LLB ഡിഗ്രി പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവം ഞാൻ അറിഞ്ഞു. ആ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര കൊള്ളാമല്ലോ. എനിക്ക് പുള്ളി അത് ചെയ്യുന്നതിലൂടെ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടല്ലോ. നമ്മളെ പാഷൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ അതിന് പ്രായം ഒരു ലിമിറ്റല്ല. നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളും ഒന്നിനൊരു തടസ്സമല്ല എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു പുള്ളിയിലൂടെയാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു LLB കോഴ്സിനെ പറ്റിയിട്ടും ഈ പറയുന്ന 5 ഇയറും 3 ഇയറും ഇങ്ങനെയൊക്കെ ഉള്ളെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിറയെ ഇതുപോലത്തെ ഈ പറയുന്ന ലോ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. ആക്ച്വലി എനിക്ക് ഒരു ലോവിനോടൊരു ഇഷ്ടം വന്നതല്ല, സംഭവം കൊള്ളാം. പുള്ളി ചെയ്യുന്നതിനോട് എനിക്ക് വല്ലാത്തൊരു തരം ഒരു റെസ്പെക്റ്റും ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഇനി ഒരു കാരണവശാലും ഞാൻ പഠിത്തം എനിക്ക് മുന്നോട്ട് പഠിക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നൊരു മാനസികാവസ്ഥ. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, കാര്യം വയ്യ. അതിനുള്ള ഒരു ബ്രെയിനും അതിനുള്ളൊരു സാഹചര്യവും ഒന്നും എനിക്കിനി ഉണ്ടാവുമെന്നൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതേ ഇല്ല. കല്യാണം തന്നെയാണ് ഞാൻ ഇന്ന് LLB എടുക്കാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഈ ഇടയ്ക്ക് വരും നമ്മൾ ഈ ചെറിയ ചെറിയ സംസാരങ്ങളിലും ഇടയ്ക്കിലൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ എനിക്ക് വെറും ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ, അത് പ്രൊഫഷണൽ ഡിഗ്രി ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ ചെറിയ തോതിലുള്ള ഒരു കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ചില തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഞാനൊന്നും അല്ല, എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ളൊരു വിഷമം അന്ന് എൻ്റെ ഈഗോനെ ഹർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വേറെ ഒരു ഡിഗ്രിക്കാരിയാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സംസാരങ്ങളൊക്കെ. അപ്പോൾ അതും എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ഹർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കിടയിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നതും കേസാവുന്നതും വഴക്കാവുന്നതും ഡിവോഴ്സിൻ്റെ വക്കിലെത്തുന്നതും ഒക്കെ പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് വീട്ടിൽ എൻ്റെ പള്ളിയിൽ വന്ന തൊലാക്ക് നോട്ടീസ് എതിരായിട്ട് എനിക്ക് അത് എന്തെങ്കിലും ചെയ്യണം. ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എനിക്ക് അന്നേരം ഡിവോഴ്സ് കൊടുക്കാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ റെഡി അല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു വക്കീലിനെ കാണേണ്ടി വന്നു. അതിന് ഫർദറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്താണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ അവിടെ പോയി എനിക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. അറ്റ്ലീസ്റ്റ് എനിക്കുള്ള അവകാശം എന്താണ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒന്നും സീറോ നോളജ് അബൌട്ട് ലോ. അപ്പോൾ ഞാനവിടെ ചെന്നു. അവർ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു. എൻ്റെ കൂടെ വരാനൊരു ആളില്ല. അപ്പം എൻ്റെ ഉമ്മ ആണെങ്കിൽ പോലും ഒബ്വിയസ്ലി അവർക്കെന്നെപ്പറ്റി എനിക്കറിയാവുന്നതിൽ കുറവ് നോളജ് അവർക്ക് എന്തായാലും ഉണ്ടാവത്തുള്ളൂ. എനിക്കൊരു അറിയാവുന്ന ഒരാളെടുത്ത് ചോദിക്കാൻ പോലും സത്യം പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടിൽ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യണം എന്നറിയില്ല. സോ ഞാൻ അന്ന് വക്കീൽ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ എനിക്കവിടെ നിയമത്തെപ്പറ്റി അറിയാത്തതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ എനിക്കവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനാകെ ഇതേ പറഞ്ഞുള്ളൂ, പുള്ളിയുടെ ഫാമിലിക്കും ദോഷം വരുന്ന രീതിയിലൊന്നും ചെയ്യരുത്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അതിനുശേഷം എനിക്ക് മനസ്സിലായി എനിക്കിതിനെപ്പറ്റി തീരെ ഒരു ധാരണയില്ല. പിന്നെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുമില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാകും.
അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ രാജ്യത്തിൻ്റെ നിയമവും അല്ലെങ്കിൽ കോടതിയിൽ പറയുന്ന ഓരോ എന്താ പറയുക ഓരോ ബേസിക് ആയിട്ടുള്ള സെക്ഷൻസ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നെനിക്ക് അന്നാണ് അത് മനസ്സിലായത്. ഇതിപ്പം കുറച്ച് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല എന്ന് പറയേണ്ട ഒരു സംഭവം അല്ല നമ്മുടെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അന്നാണ് എനിക്ക് ആ ഒരു ബോധം വന്നത്. എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ബോധവും നമ്മൾക്ക് അത് ആവശ്യമില്ല, നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് വിട്ടുകളയേണ്ട ഒരു ടോപ്പിക്കല്ല നിയമമെന്നും എനിക്ക് അന്ന് മനസ്സിലായി. എനിക്കന്ന് എന്തെങ്കിലും ഒക്കെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് അവിടെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നെനിക്കന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അപ്പോഴാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഫോണിൽ ഞാനൊരു സെക്ഷനെ പറ്റിയിട്ടും അപ്പം എന്നോട് ഇങ്ങനെ അഡ്വക്കേറ്റ് പറയണം നമുക്ക് ഇന്ന സെക്ഷൻ നമുക്ക് ഫയൽ ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ സെക്ഷൻസൊക്കെ നോക്കുന്നു. എന്നിട്ട് അത് വായിച്ചിട്ട് പോലും എനിക്ക് ആ ടേംസ് ഒന്നും അത്ര ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. സോ എനിക്കത് അന്നേരം ആലോചിച്ചു, എനിക്ക് അന്നേരം അത് മനസ്സിലായി ഇതൊരു ഓപ്ഷണൽ അല്ല. കുറച്ച് ആൾക്കാർക്ക് അറിയാം, കുറച്ച് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ഒരു ടോപ്പിക് അല്ല ഇത്. എവരി വൺ ഷുഡ് നോ അബൌട്ട് ഒരു ബേസിക് നോളജെങ്കിലും നമ്മളെ നിയമത്തെ പറ്റിയിട്ടും നമ്മളെ റൈറ്റ്സിനെ പറ്റിയിട്ടും ഉണ്ടായിരിക്കണം എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ കോടതിയിൽ പോകുന്നത് മീഡിയേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നൊരു കോമഡി സീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കോടതിയിൽ പോവുകയാണ്. കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോടതിയിൽ പോവുകയാണ്. അപ്പം നമ്മളെ കേസ് വിളിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കോടതി കാണുന്നത്. കോടതിയുടെ അകം സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഞാനുണ്ട്, പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ കേസ് ഇങ്ങനെ, അപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ്സ് കോടതിയുടെ അകത്ത് ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ചെറിയ ജഡ്ജി ഇതാണെങ്കിൽ ജഡ്ജിയുടെ ഈ സൈഡിലായിട്ട് ഒരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ സൈഡിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കേസ് ആവാനായപ്പോൾ എന്നോടത്ത് ഇങ്ങനെ കേസിനെ വിളിച്ചപ്പോഴത്തേക്ക് അകത്തോട്ട് കയറി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ കയറി നമ്മളെ കൂട്ടിൽ കയറി ഇങ്ങ് നിന്ന്. കേസ് എനിക്കറിയത്തില്ല, എനിക്ക് സിനിമയെ കണ്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ കൂട്ടി കയറി നിന്നപ്പോഴത്തേക്ക് അവസാനം ജഡ്ജിൻ്റെ അടുത്തോണ്ട് അയ്യോ അതിന് തിരിച്ചറിയാം എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഞാൻ പിന്നെ ഇവിടെ നിൽക്കാം, എനിക്കറിയത്തില്ല പ്രതികൾക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നത്, നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നാൽ മതിയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ കോടതി ഫുള്ള് ചിരിച്ച്, ജഡ്ജി വരെ ചിരിച്ചു. അപ്പം എല്ലാവരും ചിരിച്ചു. എനിക്കത് വലിയ ഓക്വേർഡായിട്ട് തോന്നിയൊന്നുമില്ല. എനിക്ക് അറിയാത്തൊരു കാര്യം അറിയാത്ത രീതിയിൽ നിൽക്കുമ്പോൾ എനിക്കതവിടെ വലിയ ഇൻസൾട്ടായിട്ട് ഫീലൊന്നും ചെയ്യാറില്ല. ഞാൻ ചിരിച്ച്, എല്ലാവരും ചിരിച്ച്. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഇങ്ങേര വക്കീലിൻ്റെ ജൂനിയറാണ് പുള്ളിയുടെ കേസ് ഇതിന് വന്നത്. ആ തള്ള ബാക്കി ജഡ്ജി വരെ ചിരിച്ചിട്ട് പോലും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാവരും അതൊരു ഫണ്ണായിട്ട് എടുത്തേ ഉള്ളൂ. പക്ഷെ ആ തള്ള എന്നെ നോക്കിയിട്ട് ഒരു തരം ആക്കി ചിരിച്ചു. മനസ്സിലായോ? അതുപോലും അറിയത്തില്ല ഇവക്ക് വന്നേക്കുന്ന എന്നുള്ള രീതിയിൽ ആ ഒരു ഓപ്പോസിറ്റ് കക്ഷിയോട് കാണിക്കുന്ന തരത്തിലുള്ള അവളെ ഒരു ആക്കൽ എനിക്കന്ന് ഫീൽ ചെയ്തു. അവളെന്നെ ആക്കി ചിരിച്ചു. അതെനിക്കങ്ങ് എൻ്റെ ഇൻസൾട്ടായി എനിക്കങ്ങ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഞാനും അന്നെൻ്റെ കൂടെ ഉമ്മായാണ് വന്നത്. ഞാൻ ഉമ്മാടത്ത് തിരിച്ചിറങ്ങിയിട്ട് ഇത് പറഞ്ഞു. ഞാനും ഉമ്മായും കൂടെ കിടന്ന് ചിരിയായിരുന്നു. ഇപ്പോൾ അത്ര നല്ലൊരു കിടില സീനായിരുന്നു. ജഡ്ജി വരെ ചിരിച്ചെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ മീഡിയേഷൻ, ഐ തിങ്ക് മൂന്നാമത്തെ മീഡിയേഷന് പോകുമ്പോൾ ആക്ച്വലി ആ മീഡിയേഷന് ഞാൻ കൊടുത്തിട്ടുള്ള കേസ് വിഡ്രോ ചെയ്യണം, എന്നിട്ട് ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മളെ മൂന്നാമത്തെ മീഡിയേഷനിൽ. അപ്പം പക്ഷേ ആളുണ്ടല്ലോ നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷി, ഇതിനെ പറ്റിയൊക്കെ അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുവാണ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്. എനിക്കിതിൻ്റെ ചങ്കും മത്തങ്ങി അറിയാതെ വന്നിരിക്കുന്നതാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള, അതായത് എനിക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ച് നിസ്സാരമായിട്ടൊരു പെണ്ണിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഷോ ചെയ്യണം എന്നുള്ള ഒരേ ഒരു ആവശ്യവുമായിട്ട് കോടതിയിലെത്തിയ ഞാനും ഇതിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൻ്റെ കേസിൻ്റെ സ്ട്രക്ചറും കേസിൻ്റെ സ്റ്റഡിയും എല്ലാത്തിനെ പറ്റിയും അരച്ച് കലക്കി കുടിച്ചാണ് ആൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ഇതേപോലെ ഓക്കെ ഞാൻ പറഞ്ഞു കേസ് വിഡ്രോ ചെയ്യാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, വിഡ്രോ ചെയ്യാം. കാര്യം എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഇതൊക്കെ നിർത്തിപ്പോയാൽ മതി എന്നുള്ളൊരവസ്ഥയായി.
അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ അവർ ഒന്നെങ്കിൽ നമ്മൾ ഒത്തുപോകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേസ് ക്യാൻസൽ ചെയ്യണം, അതല്ലെങ്കിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തുകൊണ്ടായിരിക്കണം കേസ് വിഡ്രോ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം എന്നുള്ളത് ചോദിച്ചപ്പോൾ ആക്ച്വലി എനിക്ക് അപ്പോൾ മ്യൂച്വലി ഫയൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് സമയം വേണമായിരുന്നു. എനിക്ക് കുറച്ച് സമയം വേണം, പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ അതാണ്. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അഡ്വക്കേറ്റിനോട് അധികം ഡിസ്കസ് ചെയ്യാൻ അഡ്വക്കേറ്റ് ഞാൻ എങ്ങനെ പറയണം എന്നൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എൻ്റെ വക്കീൽ ഓപ്പോസിറ്റ് സൈഡിൽ, പുള്ളിയും പുള്ളിയുടെ വക്കീൽ, നടുക്ക് മീഡിയേറ്റർ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കേസ് വിഡ്രോ ചെയ്യുന്ന കാര്യം എഴുതിയിട്ട് പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, അപ്പോൾ നമുക്ക് ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാം അല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാനാണെങ്കിൽ ജോയിൻറ്റ് പെറ്റീഷനാ, എനിക്കത് എന്തെന്ന് മനസ്സിലായില്ല ഗൈസ്. കാര്യം ജോയിൻറ്റ് ആകെ ഞാൻ BRF പഠിച്ചിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. BBA നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ അതിൽ BRF എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൽ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇത്തിരി നിയമത്തെ പറ്റി കുറച്ച് പഠിപ്പിക്കുന്നൊരു ഭാഗം അത് മാത്രമായിരുന്നു. അപ്പോൾ അതിൽ ജോയിൻറ്റ് പെറ്റീഷൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുവാണ്, പഠിച്ചോനെ ഈ ഡിവോഴ്സിന് എന്തിന് ഈ ജോയിൻറ്റ് പെറ്റീഷൻ്റെ ആവശ്യം എന്തിന് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി മ്യൂച്വൽ ഡിവോഴ്സാണ് ജോയിൻറ്റ് പെറ്റീഷൻ എന്ന് എനിക്കറിയില്ല, എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യണോ വേണ്ടേ എന്ന് ഞാനിപ്പോൾ എന്താ പറയണ്ടേ. ആക്ച്വലി എനിക്കിവിടെ മ്യൂച്വൽ അപ്പോൾ ഫയൽ ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനം, ഹോൾഡ് ചെയ്യണം, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നുള്ളതാണ് എൻ്റെ ഡിസിഷൻ. പക്ഷേ ഇത് ചോദിച്ചപ്പോൾ എനിക്കറിയാൻ വയ്യ, ഞാൻ ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു. അപ്പം എൻ്റെ വക്കീലിനോട് ചോദിക്കാനും എനിക്ക് പറ്റുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇരുന്ന് ഉരുകുന്ന കണ്ടപ്പോൾ മീഡിയേറ്റർ ചോദിച്ചു, ആലിയക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങേരാണെങ്കിൽ എന്നെ ആലുവ കടപ്പുറത്ത് വെച്ചുള്ള പരിചയം പോലും കാണിക്കുന്നത്. അങ്ങേരില്ല ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന പഠിച്ച് ഫുള്ളെല്ലാം പാസ്സായിട്ട് വന്നിരിക്കുന്ന പഠിപ്പിനെ പോലെ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ബാക്ക് ബെഞ്ചറിനെ കാട്ടിയും ബാക്ക് ബെഞ്ച്, അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം ഈ പറയുന്ന അപ്പോൾ ആലിയക്ക് ഇതിനെപ്പറ്റി മനസ്സിലായില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജോയിൻറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫയൽ ചെയ്യട്ടെ എന്നാണ് ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓക്കെ. അന്നേരവും മറ്റേ അഡ്വക്കേറ്റ്, അന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത അഡ്വക്കേറ്റ്, അവൾ അന്ന് ചിരിച്ച അതേ ചിരി പിന്നെയും ചിരിച്ചു എന്നെ നോക്കി. അതെൻ്റെ ഈഗോ അങ്ങ് ഹർട്ടായി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് മറ്റേത് ഞാൻ പിന്നെ അങ്ങ് സഹിച്ചു, ഇതെനിക്കങ്ങ് കയറി അങ്ങ് പൊളിഞ്ഞ്. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ കളിയാക്കലുകളും ഒക്കെ ഞാൻ വളരെ തൊലിക്കട്ടിയായിട്ട് നേരിടുന്ന ഒരാളാണ്. പക്ഷേ ഇതെനിക്കങ്ങ് സഹിച്ചില്ല. അപ്പം അതെനിക്ക് ഭയങ്കര അത് പിന്നെ ഞാനത് ആലോചിക്കും തോറും എനിക്കതൊരു ട്രോമയായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എക്സാക്ട് ദ പോയിന്റ്, ഞാൻ LLBയിലോട്ട് എത്തിയ പോയിന്റ് എപ്പോഴെന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആ ടൈമിൽ നടന്ന എൻറോൾമെൻറ്റ്, നമ്മൾ ബാർ കൗൺസിലിൻ്റെ എൻറോൾമെൻറ്റ് ഉണ്ടല്ലോ ഹൈക്കോർട്ടിൽ വെച്ച് നടക്കുന്ന, ആ എൻറോൾമെൻറ്റ് നടന്നിട്ടുള്ള കുറേ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഫീഡിൽ വന്നു. അപ്പോൾ ഞാനിങ്ങനെ കാണുവാണ്, ദിസ് ഗുഡ്, നമ്മൾ ആ വക്കീലിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് ഹൈക്കോർട്ടിൽ നിന്ന് എൻറോൾ ആവുന്നു. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ആ വീഡിയോസ് എന്നെ ഭയങ്കരമായിട്ടങ്ങ് ഇൻസ്പയർ ചെയ്തു. അപ്പോൾ ഓൾറെഡി ചേച്ചി ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നും ഓൾറെഡി ഇങ്ങനെ മൊത്തത്തിൽ ഇരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ ആ ഒരു ടൈം, അപ്പം ഞാൻ ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു ഇൻസൾട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ഞാനിരുന്ന് ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടൊക്കെ പോകുന്ന അവസ്ഥയായിരുന്നു. ഗൂഗിളിലൊക്കെ ഞാൻ എല്ലാം നോക്കും, എന്താണ് കാര്യങ്ങൾ ഒക്കെ എനിക്ക് വരുന്ന നമ്മൾ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും PDF നമുക്ക് കിട്ടും, വക്കീൽ അയച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് വായിച്ചിട്ടൊക്കെ ഞാൻ മാക്സിമം കുറച്ചൊക്കെ റിസർച്ചൊക്കെ നടത്തി. അതിനോട് ചെറിയ തോതിലൊരു ആവശ്യമാണത്, ആഗ്രഹമല്ല, ആവശ്യം കൊണ്ട് ഞാൻ പഠിച്ചതാണ്, എന്ന് വെച്ചാൽ റിസർച്ച് നടത്തിയതാണ്. അപ്പോൾ എന്തോ ആ ഒരു വീഡിയോ എവിടെയോ എൻ്റെ മനസ്സിൽ ഒരു പോയിന്റിൽ ഞാൻ ആ ഹൈക്കോർട്ടിൽ എൻറോൾ ആവുന്ന ആ ഒരു മൊമെൻ്റ് എൻ്റെ മനസ്സിലങ്ങ് വന്നു. എനിക്ക് വന്നത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനിതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിക്കും, ബോർഡ് വെക്കാം, ഇറ്റ്സ് എ പ്രൊഫഷണൽ ഡിഗ്രി, ഞാൻ വെറും ഒരു ഡിഗ്രിക്കാരിയാണ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് വലിയൊരു മൂവായിരിക്കും ഈ ഒരു സംഭവം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കാര്യം ചെയ്തിട്ടും എനിക്ക് എൻ്റെ വാപ്പാടിൽ നിന്നൊരു അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഡാഡിയിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു മോളാണ്. അപ്പം എത്രയൊക്കെ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്താലും
പോട്ടെ, അങ്ങനെ ഒരാളുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ട് ചെയ്യല്ലേ, എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ള ഒരു സംഭവം ഞാൻ എത്ര എന്നെ പറഞ്ഞ് പഠിപ്പിച്ചാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ആ ഒരു ഇന്നർ ചൈൽഡ് ഇപ്പോഴും വാപ്പാടുത്തു നിന്നുള്ള ആ ഒരു അപ്രീസിയേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ആ ഒരു ഞാൻ എൻറോൾ ആവുന്ന ആ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തോ എനിക്ക് ഇതിലൂടെ എനിക്ക് ആ കിട്ടിയാലോ, എനിക്ക് എൻ്റെ വാപ്പാടുത്തു നിന്ന് ആ ഒരു അപ്രീസിയേഷൻ കിട്ടിയാലോ, പണ്ട് എന്നെ കളിയാക്കിയ ആ ഒരു ബോർഡ് എനിക്ക് വെപ്പിച്ചാലോ, ഈ പറയുന്ന കോടതിയിൽ ഞാൻ അനുഭവിച്ച ആ ഒരു ഇൻസൾട്ടിനൊക്കെ എനിക്കിതൊരു എന്താ പറയുക, ഒരു ഉത്തരം കൊടുക്കാമല്ലോ. ആൻഡ് പുള്ളി പറഞ്ഞ ആ വാക്കുകൾ, നിൻ്റെ വാ കൊണ്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, നിൻ്റെ നാക്കാണ് നിൻ്റെ ശത്രു എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളും ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഓടുകയാണ്. ആൻഡ് ഇതിനെല്ലാത്തിനുമുള്ള ഒരു സംഭവം ഇതിലൂടെ എനിക്ക് കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, പക്ഷേ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ലോയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനെപ്പറ്റി എത്രത്തോളം അറിവുണ്ടോ അറിവില്ലാതെയോ ഇരിക്കട്ടെ, പിന്നെ ആരും ഇതിൻ്റെ പേരിൽ എന്നെ പറ്റിക്കില്ല. ഞാൻ കുറച്ച് തരത്തിൽ എനിക്കിതിനെപ്പറ്റി അറിവില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ചെറിയ തോതിലൊക്കെ ഒരു ചീറ്റിങ്ങൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറയില്ലേ, നമ്മളിപ്പം ഓക്കെ എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അതിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ രണ്ടു വട്ടം ചിന്തിക്കും, ഓക്കെ ഇവളോട് ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിനെപ്പറ്റി അറിയായിരിക്കും, ഇതിനെപ്പറ്റി ഇല്ലാത്തത് പറയാൻ പറ്റത്തില്ല എന്നൊരു തോട്ട് വരും എന്നൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇതങ്ങ് കയറി അതങ്ങ് ഫിക്സ്ഡായി. പിന്നെ ഉറങ്ങുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഞാൻ എൻറോൾ ആവുന്ന സീനാണ് എൻ്റെ മനസ്സിൽ വരുന്നതും. ഞാൻ ഭയങ്കരമായിട്ട് അതങ്ങ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, സാരി ഉടുത്ത് പോകുന്നതും ഒക്കെ. പിന്നെ ഞാൻ കാണുന്നത് മൊത്തവും ഈ വീഡിയോസായി. പിന്നെ എങ്ങനെ ഇത് പഠിക്കാം, എങ്ങനെ ഇതിലോട്ട് എത്താം എന്നുള്ള ഒരു തോട്ടായി. അപ്പോഴാണ് ഞാൻ ക്ലീ എക്സാമിനെ പറ്റി അറിയുന്നതും എൻട്രൻസ് എക്സാം എഴുതണമെന്നുള്ളതും എല്ലാം എൻ്റെ മനസ്സിൽ വരുന്നതും എല്ലാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ എനിക്ക് കോളേജുള്ള ലിസ്റ്റും കാര്യങ്ങളും, ട്രിവാൻഡ്രത്തുള്ള കോളേജുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ക്ലീ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ വീഡിയോസുകളൊക്കെ കാണുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എനിക്ക് ഇതിനോട് ഞാൻ കൂടുതൽ പിന്നോട്ട് മാറാതെ മുന്നോട്ട് തന്നെ പോകാനുള്ള കാര്യങ്ങൾ മാത്രം, കാര്യം എൻ്റെ ഇൻട്രസ്റ്റ് കൂടി വരുന്ന അല്ലാണ്ട് എനിക്ക് ഒരു സെക്കൻഡിൽ പോലും തിരിഞ്ഞു പോകാൻ തോന്നിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഉമ്മാടത്ത് പറയുമ്പോൾ ഉമ്മാടത്തുനിന്ന് ഭയങ്കര രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് എനിക്ക് ഉമ്മാടത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങാം എന്ന് വിചാരിച്ചു. ഒരു ജാനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ക്ലീയുടെ എക്സാം രജിസ്ട്രേഷനൊക്കെ ഉള്ള സമയമൊക്കെ ആയി വരുന്ന ടൈമിൽ ഞാനിതിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ക്ലീ എക്സാം എഴുതാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് എവിടെയെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ഇതിലിരിക്കുന്ന ടൈമിലാണ് അനിയൻ മരിക്കുന്നതും. ഞാൻ അന്നത് ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചതാണ്. എനിക്ക് എന്തായാലും ഈ ഒരു മാനസികാവസ്ഥയിൽ എന്നെക്കൊണ്ട് ഇനി പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ അവിടെയും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് ഉമ്മയാണ്. ഈ മാസം കഴിഞ്ഞ വർഷം മെയ് മാസം ഖാലിദ് മരിക്കുന്നത് മെയ് ഈ ടൈമിലാണ് ഈ പറയുന്ന എക്സാം വരുന്നതും എക്സാം രജിസ്ട്രേഷൻ ടൈം വരുന്നത്. ഞാനൊരു അവസാനം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പം അന്നാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. അത്രയും ഞാൻ വേണോ വേണ്ടേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നത്. ആ ഒരു മുൾമുനയിലാണ്. പിന്നെ ഒന്നിനും പറ്റില്ല, എക്സാം പോയി അറ്റൻഡ് ചെയ്തു, ഞാൻ ക്വാളിഫൈ ആയി. ഞാൻ ഒട്ടും പ്രിപ്പയർ ആവാതെ, അതായത് ആ ഒരു സമയമൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വെറുതെ പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ക്വാളിഫൈ ആയി. പിന്നെ ഞാൻ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ദൂരോട്ട് എവിടെയും മാറി നിൽക്കാം വേണ്ട, ട്രിവാൻഡ്രത്ത് തന്നെ നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതേപോലെ ലോ അക്കാഡമിയിൽ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ പിന്നെ അഡ്മിഷൻ കിട്ടി, ഞാൻ പഠിക്കാൻ പോയി, പഠിക്കുന്നു. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആവാൻ പോകുന്നു, ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം വരുന്നു. കേസ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പക്ഷേ അന്നത്തെ പിന്നെ എൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു ടൈമിൽ ഇതിനോട് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് നടന്നു, എല്ലാം നടന്നു. അപ്പം
നമ്മൾ ഈ ഭയങ്കര മൈൻഡ് എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ, അതായത് നമ്മൾ ഓക്കെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഈ പറയുന്ന ജോലിനെക്കാട്ടി നമ്മൾ പഠിക്കുക, നമ്മളൊരു സ്റ്റുഡൻറ്റ് ലൈഫ്, നമ്മളൊരു ഫോക്കസ് നമുക്ക് കാണുമല്ലോ. 3 വർഷത്തേക്ക് എനിക്ക് പിന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ല, എനിക്കിത് പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സംഭവം ഉള്ളപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ചും കൂടി ഒന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ആ ടൈമിൽ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്ട് ഞാൻ മുന്നോട്ട് പോയത്. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗ്ലിങ്സ് ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് ഈ പഠിത്തം ഞാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് ഒരു സമയത്ത് പോലും എനിക്കിത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ്, ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ചെയ്യുന്നത്, ഒരു വക്കീലിൻ്റെ അണ്ടറിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോർട്ടിലൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും. സെയിം ആ കോർട്ടാണ് എൻ്റെ ഡിവോഴ്സ് നടന്നതും മീഡിയേഷൻ നടന്നതുമായിട്ടുള്ള കോർട്ടിൽ തന്നെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ദിവസം കോർട്ടിൽ പോയപ്പോൾ ഞാൻ കോർട്ടിൻ്റെ അകത്ത് ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് എന്നെ ആക്കി ചിരിച്ച ആ തള്ളയില്ലേ, അവരെ ഞാൻ കണ്ടു. നമ്മൾ കോർട്ടിൻ്റെ ടൈം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നില്ലേ, ആ ഇരിക്കുന്നതിൽ എൻ്റെ വക്കീൽ, ഞാൻ, വൈശു, അതിൻ്റെ തൊട്ടപ്പുറത്ത് അവരിയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അന്ന് ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് കിട്ടിയ എനിക്ക് ആ കാര്യമല്ല, നമ്മൾ ഈ ഈഗോ ഹർട്ടാവുക എന്നൊക്കെ പറയത്തില്ലേ, എൻ്റെ മെയിനായിട്ട് അന്ന് എനിക്കുണ്ടായ ഒരു ഇൻസൾട്ടാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. എനിക്ക് അവരുടെ കൂടെ ഒപ്പം ഞാൻ അതേ ലെവലിൽ വന്ന് എനിക്കവിടെ ഇരിക്കാൻ പറ്റി. ഞാൻ കോർട്ടിൻ്റെ അകത്ത് കയറുന്നു, കേസുകളൊക്കെ കാണുന്നു. ഞാൻ വെറും ഒരു ക്ലയൻ്റായിട്ട് അവിടെ കയറി ഇറങ്ങി ഒന്നും അറിയാത്ത ഒരാളെ പോലെ അവിടെ ഇരുന്നിട്ട് 1 വർഷത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന് അവരോടൊപ്പം അവിടെ ഇരിക്കാൻ പറ്റിയതിൽ എനിക്ക് അന്ന് ഓക്കെ ദിസ് ഈസ് ഇനഫ്. എനിക്ക് ആ ഒരു മൊമെൻ്റ് എനിക്കത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയൊരു മൊമെൻ്റായിരുന്നു. അതോടുകൂടി എനിക്ക് എനിക്കിങ്ങനെ അത് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്ത സംഭവമായിരുന്നു. അന്ന് അതിനുള്ള ഒരു ക്ലോഷർ ഉണ്ടായ ഒരു ടൈമായിരുന്നു അവരെനിക്ക് അന്ന് അവിടെ വെച്ച് കണ്ടതും ഒരുമിച്ച് അവിടെ ഇരുന്നതും. സോ നമ്മുടെ ലൈഫിൽ നടക്കുന്ന മോശം കാര്യങ്ങൾക്കും എല്ലാത്തിനുമൊക്കെ ഒരു റീസൺ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനും എൻ്റെ ജീവിതവും. ഒരുപക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ ഈ LLBനെ പറ്റി ചിന്തിക്കത്ത് പോലും ഇല്ല. എന്നെ ഇതിലോട്ട് കൊണ്ട് എത്തിച്ചതാണെന്ന് എനിക്ക് ചില നേരം തോന്നാറുണ്ട്. സോ ഞാനിപ്പം ഡിവോഴ്സായി പുള്ളിയെടുത്തുള്ള പുള്ളി വേണ്ടാതെ വെച്ചിട്ട് പോയതിൻ്റെ ഒരു വിദ്വേഷവും ദേഷ്യവും ഈഗോയും ഒക്കെ ഒരിക്കലും ഞാൻ അവിടെ പുള്ളിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് കാണിക്കാനല്ല എൻ്റെ മൈൻഡിൽ തോന്നിയതും. അതുപോലെ എൻ്റെ ജീവിതം നശിച്ച് തീർത്ത് അത് കണ്ട് അവന് സമാധാനം ഇല്ലാണ്ട് അവൻ ജീവിക്കണം എന്നുമല്ല ഞാൻ ചിന്തിച്ചത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരിക്കലും എന്നെ ഭയങ്കര പൊക്കി പറയുന്നതല്ല, ഇങ്ങനെ ആയിരിക്കണം നമ്മളെ ലൈഫിൽ നടക്കുന്ന ഇൻസൾട്ടിനോടും നമ്മളെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയും നമ്മളെ ഇഗ്നോർ ചെയ്യുകയും നമ്മളെ വേണ്ടാതെ വെച്ചിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി ഇങ്ങനെ വേണം നമ്മൾ റിവെഞ്ച് ചെയ്യാനും നമ്മൾ അതിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ലെവലപ്പ് ചെയ്യുക, എന്തായിരുന്നു നമ്മൾ അല്ലെങ്കിൽ അവർ പോകുമ്പോൾ നമ്മൾ എന്തായിരുന്നു അതിന് നമ്മൾ മുന്നോട്ട് പടി വെച്ച് പോകണം. അതല്ലാണ്ട് അതിന് താഴോട്ട് ഒരിക്കലും പോകാൻ നിൽക്കരുത്. ആക്ച്വലി നമ്മളാ ഒരു പ്രൈഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ പീസ് ഓഫ് മൈൻഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ഗുണമുണ്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് അതിന് വേണ്ട രീതിയിലൊരു റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. റിവെഞ്ച് എന്ന് പറയുന്ന ഒരു വാക്കും ഈ ഈഗോ എന്ന് പറയുന്ന വാക്ക്, ഇൻസൾട്ട് ഒക്കെ ഒരിക്കലും ഞാൻ പറയില്ല അതൊരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള വാക്കാണ്. ഇതിനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുത്ത് ആരെയും നമുക്ക് ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മളെ സെൽഫിന് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്കിതൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ ബാഡ് ഇൻസിഡൻസും ഇൻസൾട്ടും ഇഗ്നോറൻസും അവോയ്ഡൻസിനെ എല്ലാത്തിനെയും ബെനഫിഷ്യലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ദ ജേർണി ഓഫ് വൈ ഐ ചൂസ് LLB. ഞാൻ LLBയിലോട്ട് എത്തിയ ഒരു ജേർണി ഇതായിരുന്നു. ഹോപ്പ് ദിസ് വീഡിയോ വിൽ റീച്ച് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഡെവലപ്പ് യുവർ സെൽഫ്. Thank you for watching. Bye. If you like this video, do like, share, subscribe and comment your feedback.